ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു 4 പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത ഒരു 4 ടിപ്സും കൂടെ ഞാനിതിൽ പറഞ്ഞു തരാം. അതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ടിപ്സ് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനിനി ചെയ്ത് പഠിച്ചിട്ട് വേണം. അപ്പോൾ ഞാനിവിടെ വരെ എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ എല്ലാവരും ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക ടൈമിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്താലാണ് നമ്മളെ വീഡിയോസിന് വ്യൂവേഴ്സ് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൈം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഏത് സമയത്ത് പോസ്റ്റ് ചെയ്താലും നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന ആ ഒരു വ്യൂസ് തന്നെ നമുക്ക് എപ്പോഴും കിട്ടുകയുള്ളൂ. വ്യൂസ് കൂട്ടാനുള്ള വേറൊരു കാര്യം കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്ത് തരാം. അതപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏത് സമയത്തിട്ടാലും നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക, നമ്മളെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ട വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു പൊടിക്കൈയും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇതിൽ അതും കൂടെ ആഡ് ചെയ്യാം. അത് ഞാൻ എഴുതി വെച്ച പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റായ ഒരു കാര്യം ഞാൻ പറയാം. എല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതായത് ഫ്രണ്ട്സിന് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത്, വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് അതിൽ ലിങ്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളങ്ങനെ ചെയ്യുന്നത് തന്നെ വീഡിയോ ഇട്ട് ആ സമയത്ത് ഒരിക്കലും ചെയ്യരുത്. വീഡിയോ ഇട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അങ്ങനെ നമ്മൾ ലിങ്ക് സെൻഡ് ചെയ്ത്. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വീഡിയോ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. ചിലപ്പോൾ അവരത് തുറന്നു പോലും നോക്കില്ല. തുറന്നു നോക്കിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണമാണെന്ന് വിചാരിക്കാം. പക്ഷേ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട്, അതായത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക് നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആരാണോ അവരത് ഓപ്പൺ ചെയ്തിട്ട് 1 മിനിറ്റ് പോലും വാച്ച് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഒരു 2 മിനിറ്റെങ്കിലും നമ്മളത് വ്യൂ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് വ്യൂ ചെയ്യണം. ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിത് ഈ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ നമ്മളോട് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്യും. ഈ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഫുള്ള് കാണില്ല, അല്ലെങ്കിൽ 1 മിനിറ്റ് പോലും കാണില്ല. അതിന് മുന്നേ അവരത് ബാക്ക് അടിക്കും, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യും ആ ഒരു വീഡിയോയിൽ നിന്ന്. അങ്ങനെ ആ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ അവർ ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കില്ല, ചിലപ്പോൾ നേരമില്ലാത്ത സമയത്താവും അത് ചിലപ്പോൾ അവർ ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഇപ്പോൾ കാണാൻ സമയമല്ല, നമുക്ക് പിന്നെ കാണാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് ബാക്ക് അടിച്ചിട്ട് പോകുന്നത്. പക്ഷേ അതിപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ AI അറിയില്ല, ഇവർക്ക് നേരെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ കാണാതെ പോയത്, അല്ലെങ്കിൽ അവർക്ക് ഒരു വെറുതെ തുറന്നു നോക്കിയതാണെന്നോ ഒന്നും നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിനോ അല്ലെങ്കിൽ AI അറിയില്ല. യൂട്യൂബിൻ്റെ AI എന്ത് വിചാരിക്കും, ഇത് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഏരിയയാണ്, അവർക്കത് കാണാൻ താല്പര്യമില്ലാത്ത വീഡിയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മുടെ വീഡിയോ റീച്ച് പോകേണ്ടത് അത് കറക്റ്റായിട്ട് പോവില്ല. അത് നമ്മുടെ റീച്ചിന് നല്ല പോലെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു 4-5 ആൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലിങ്ക് ഓപ്പൺ ചെയ്ത് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ആവുന്നതിന് മുന്നേ അത് ബാക്കടിച്ച് പോകുന്നത് ഒരു 4-5 ആൾ ചെയ്താൽ നമ്മുടെ വീഡിയോനെ അത് വളരെയധികം ബാധിക്കും. അതായത് നമ്മുടെ വീഡിയോ പിന്നെ അതുപോലെയുള്ള ആളുകളിലേക്കൊന്നും എത്തില്ല. ചിലപ്പോൾ ഇത് ബാക്കടിച്ച ആളുകൾ ചിലപ്പോൾ അത് കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കില്ല, ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ സമയക്കുറവ് കൊണ്ടോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കും ബാക്കടിച്ചത്. പക്ഷേ ആ വീഡിയോയ്ക്ക് അത് കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു മാർക്കാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട ഉടനെ ഒരിക്കലും ആർക്കും ലിങ്ക് അയച്ചു കൊടുക്കാതിരിക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ ഒരു കാര്യം ഞാനിതുപോലെ കുറേ ട്യൂട്ടോറിയൽസ് കണ്ടപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ് ഇത്. ഒരുവിധം എല്ലാവരോടും പറയും, സമയമുള്ളപ്പോൾ എടുത്ത് കാണുക എന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ സമയമില്ലാത്ത സമയത്ത് അത് കാണാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണത്. അപ്പോൾ അതെല്ലാവരും ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒരു ദിവസം കഴിഞ്ഞിപ്പോൾ ഇന്ന് ഇടുന്ന വീഡിയോൻ്റെ ലിങ്ക് നാളെ അയച്ചു കൊടുത്താലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോഴാണെങ്കിലും കാണേണ്ടവരാണെങ്കിൽ നാളെ ആണെങ്കിലും അത് കാണും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മുടെ സ്റ്റാറ്റസിൽ തന്നെ നമ്മൾ ഇടുക. അപ്പോൾ ഇഷ്ടമുള്ളവർ
ഓപ്പൺ ചെയ്ത് നോക്കും, ഇഷ്ടമില്ലാത്തവർ ഓപ്പൺ ചെയ്ത് നോക്കില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ നമ്മളെ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ അതിനൊരു നല്ലൊരു ടൈറ്റിലും കൊടുക്കണം, അതുപോലെ നല്ലൊരു ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. ഇപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോഴൊന്നും നമുക്ക് ടൈറ്റിൽ കിട്ടാനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കിട്ടാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഒരുപാട് AI ആപ്സ് ഉണ്ട്, അതിൽ കയറിയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ സെർച്ച് ചെയ്യാം, അതുപോലെ ടൈറ്റിൽസ് സെർച്ച് ചെയ്യാം. എല്ലാം അങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് ഒരു 1-2 വേർഡ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റിയിട്ട് സെൻറ്റൻസുകളൊക്കെ ഒന്ന് അങ്ങോട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള സെൻറ്റൻസുകളൊക്കെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളേതായ രീതിയിലേക്ക് അത് ആ വേർഡ്സിനെയും സെൻറ്റൻസിനെയും ഒക്കെ ആക്കിയതിന് ശേഷം നമുക്കത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ആഡ് ചെയ്യുക. കാരണം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിലെ അൽഗോരിതം നമ്മുടെ വീഡിയോയിൽ എന്താണ് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലൂടെയും നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിലൂടെയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ അതിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തതായിരിക്കണം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും അതുപോലെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള, അതായത് നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളിലേക്ക് നമ്മുടെ AI അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം അവിടെ നമ്മളെ ഏരിയ ഇഷ്ടമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ അവരത് ഓപ്പൺ ചെയ്ത് കാണും. അപ്പോൾ നമ്മൾ ഹാഷ്ടാഗുകൾ ആഡ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് പേര് ഹാഷ്ടാഗ് ആഡ് ചെയ്യാറുണ്ട്. ഹാഷ്ടാഗ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോനെ ഡിപ്പെൻഡ് ചെയ്തത് മാത്രം ആഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ആ ഭാഗങ്ങളിലേക്ക് നമ്മുടെ വീഡിയോ റീച്ച് കൂടുതലായിട്ട് എത്തും. അതായത് ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോയിൽ എന്താണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ പറയുന്നത്, അപ്പോൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ടൈറ്റിലും കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് കറക്റ്റ് ആ ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടാവും, ആ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കും. ഇപ്പോൾ കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളിൽ കുക്കിംഗ് ആയിരിക്കും കാണുന്നത്. അവരിപ്പോൾ നമ്മൾ വേറൊരു ടൈപ്പ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കാണില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ യൂട്യൂബ് ടിപ്സ് അല്ലെങ്കിൽ യൂട്യൂബിനെ പറ്റി വീഡിയോസ് ഇടുന്ന കാര്യങ്ങൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ നമ്മുടെ പോലെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവരും മാത്രമേ ഈ വീഡിയോസ് കാണുള്ളൂ. ഈ ഒരു വീഡിയോസ് നമ്മുടെ വീട്ടിലുള്ള വേറെ ആരും കാണാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ അതാണ് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ ഇത് അവരിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും യൂട്യൂബ് ടിപ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോഴാണ് ആ ആവശ്യങ്ങളുള്ള ആളുകളിലേക്ക് അത് എത്തുന്നത്. അപ്പോൾ അതും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഷോർട്സ് ഇടുമ്പോഴും വീഡിയോസ് ഇടുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. അത് നമ്മൾ ഫോളോ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇനിയാണ് ഞാൻ മെയിനായിട്ട് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ്, ഷോർട്സ് മാത്രമല്ല വീഡിയോസും നിങ്ങളങ്ങനെ ഒരു തവണ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുന്നേയുള്ള വീഡിയോസും നമ്മൾ ഇപ്പോൾ അതുപോലെ ചെയ്ത വീഡിയോസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ എൻഗേജ്ഡ് അല്ലാതെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീട്ടിലിരുന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉള്ള സമയത്ത് വേണം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഫോണുണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ കയ്യിലും ഓരോ ഫോണ് നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാവരുടെ ഫോണിലും ആ സമയത്ത് തന്നെ, അതായത് നമ്മൾ ഇട്ട ആ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ എല്ലാവരുടെ ഫോണിലും നമ്മളെ വീട്ടിലൊരു 5 ആളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 5 ആളെ ഫോണിലും ഒരേപോലെ ആ വീഡിയോ യൂട്യൂബിൽ കാണുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക റീച്ച് പെട്ടെന്ന് നമുക്ക് കൂടും ആ ഒരു സമയത്ത്. അതായത് നമ്മൾ ആ വീഡിയോ ഇട്ട ഉടനെ ആകുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം ചിന്തിക്കുന്നത് ഇത് എങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ്. അപ്പോൾ അതവിടെ ആ ഒരു 10 ആളോ അല്ലെങ്കിൽ ഒരു 5 ആളോ ഒന്നിച്ചിരുന്ന് ആ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ഒന്നിച്ചിരുന്ന് കാണുകയാണെങ്കിൽ അത് ആ വീഡിയോയ്ക്ക് കിട്ടുന്ന ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യമാണ്. ആ വീഡിയോയ്ക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ അത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു 10 ആളെ ഒരുമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 5 ആൾ ഒരുമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ ആ സമയം കൊണ്ട് തന്നെ 10-20 ആൾക്കാർ വേറെയും കാണും. അതായത് 10-20 ആൾക്കാരിലേക്ക് അത് എത്തും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഷോർട്സ് ഇടുമ്പോഴും വീഡിയോ ഇടുമ്പോഴും
വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ഇടുക. അങ്ങനെ ഇരുന്ന് ഒരിക്കലും തിരക്ക് പിടിച്ച സമയത്ത് ഇടരുത്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വീഡിയോ ഞാൻ വീട്ടിലിരുന്ന് അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ എല്ലാവരുടെ ഫോണും എടുത്തിട്ട് എല്ലാവരുടെ ഫോണിലും അത് ഞാൻ ഓണാക്കി വയ്ക്കും. ആ ഒരു ഹാഫ് ആൻ അവർ എൻ്റെ മുന്നിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ ഫോണൊക്കെ ഞാൻ വാങ്ങിക്കും. അവരുടെ ഫോണിലൊക്കെ ആ ഒരു വീഡിയോ അപ്പം തന്നെ റൺ ചെയ്യിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് ആ വീഡിയോയ്ക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടാണ്. അങ്ങനെ നമ്മളിവിടെ 5 ആളിൽ റൺ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ആ വീഡിയോയ്ക്ക് ഒരു 10 ആളെ വ്യൂ കിട്ടിയിട്ടുണ്ടാവും. വേറെ ഒരു 5 ആളിലേക്കും കൂടെ അത് എത്തിയിട്ടുണ്ടാവും. അവരും കൂടെ അത് കണ്ടിട്ടുണ്ടാവും. അതെനിക്ക് നല്ല പോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഷോർട്സിലാണ് ഇത് കൂടുതലായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഷോർട്സ് കാരണം 1 മിനിറ്റ് അല്ലേ ഉള്ളൂ, പെട്ടെന്ന് എല്ലാവരും കാണും. അപ്പോൾ ഷോർട്സ് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നു 100% ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ഷോർട്സ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് സമാധാനത്തോടെ ഇടുക. ആ ഇടുന്ന സമയത്ത് നമ്മൾ പബ്ലിക് ആക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ ഫോണിലൊക്കെ ആ ഒരു വീഡിയോ റൺ ചെയ്യിക്കുക. ചില ഫോണിൽ ചിലപ്പോൾ 2 or 3 മെയിൽ ഐ ഡികൾ ഉണ്ടാവും. ആ 2 മെയിൽ ഐ ഡിയിൽ നിന്നും 3 മെയിൽ ഐ ഡിയിൽ നിന്നും ഇത് കാണുക. അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ ലൈക്ക് ചെയ്യുക നമ്മൾ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടും. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. എത്ര പേർക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങൾ 10 മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ 10 ആളുണ്ട്. അപ്പോൾ 10 ആളെ കയ്യിലും ഫോണുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഷോർട്സ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ വീഡിയോ ഇതുപോലെ ലാപ്ടോപ്പിൽ നിന്ന് പബ്ലിക് ആക്കിയതിന് ശേഷം എല്ലാവരുടെ ഫോണിൽ പോയിട്ടും ഓണാക്കി വയ്ക്കും. എന്നിട്ട് എല്ലാവരുടെ ഫോണിൽ നിന്നും ഞാൻ തന്നെ എല്ലാം ലൈക്ക് ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു ഇട്ട ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിത് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട ഒരു 10 ഷോർട്സിന് എനിക്ക് വളരെയധികം വ്യൂ കൂടുതലാണ്. അപ്പോൾ മുതലാണ് ഞാനത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാനത് അറിഞ്ഞു തുടങ്ങിയത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു തുടങ്ങിയത്, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എടുത്തു നോക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ 1-2 വീഡിയോസ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ 10 ഷോർട്സ് എന്ന് പറഞ്ഞു. ആ 10 ഷോർട്സിൽ 1-2 ഷോർട്സിന് വ്യൂ കുറവാണ്, വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഷോർട്സിനും വളരെയധികം കൂടുതലാണ്. അതായത് പൊതുവേ എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. ആ കുറവുള്ള വീഡിയോസ് ഞാൻ കുറച്ച് തിരക്കുള്ള സമയത്ത് ഫോണിൽ നിന്ന് പബ്ലിക് ആക്കിയിട്ട് എനിക്ക് വേറെ ആരുടെയും ഫോൺ എടുക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ചെയ്തതാണ്. അതിനൊക്കെ വ്യൂ കുറച്ച് കുറവാണ്. അതുപോലെ ഞാൻ പബ്ലിക് ആക്കിയപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് പബ്ലിക് ആക്കി വീഡിയോ എല്ലാവരിലും പ്ലേ ചെയ്തത് കാരണം അതിനൊക്കെ എനിക്ക് സാധാരണ വ്യൂ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഷോർട്സിന് എനിക്ക് വ്യൂ കിട്ടാറേ ഇല്ല. ഞാനത് കാരണം ഷോർട്സ് ഇടാറേ ഉണ്ടായിരുന്നില്ല. ഞാൻ ലോങ് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ മോണിറ്റൈസേഷൻ ആയതിന് ശേഷമാണ് ഞാൻ ഷോർട്സ് ഇടാൻ തുടങ്ങിയത്. ഷോർട്സ് ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനിത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്, ഇങ്ങനൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കൂടുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് ശേഷം ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ വരുമ്പോഴാണ് എനിക്ക് എന്താ പറയുക, ആളുകളുടെ എണ്ണം കുറവാണ്. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ 2 പേരെ കയ്യിൽ 2 ഫോണുള്ള കാരണം 4 ഫോൺ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഈ 4 ഫോണിൽ ഒന്നിച്ച് റൺ ചെയ്യും. അതുപോലെ അപ്പോൾ എനിക്ക് ഷോർട്സിൽ വ്യൂവിൻ്റെ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് 100% റിസൾട്ട് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്നോട് പറയണം ഇങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയും ടിപ്സാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്കിനി പറഞ്ഞു തരാനുള്ളത്. ഇനി എൻ്റെ കയ്യിൽ ടിപ്സൊന്നും ഇല്ല. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ലോങ് വീഡിയോ ട്രൈ ചെയ്യാം കേട്ടോ. ലോങ് വീഡിയോയിലും റിസൾട്ട് കിട്ടും. പക്ഷേ ഷോർട്സ് പോകുന്ന അത്ര സ്പീഡിൽ നമുക്ക് ലോങ് വീഡിയോ പോവില്ല. എന്നാലും നിങ്ങൾക്ക് വ്യൂസ് മുന്നേ എത്ര കിട്ടിയിരുന്നോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കയ്യിലുള്ള ടിപ്സ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ ലാസ്റ്റത്തെ ഒരു പാർട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.